പ്രൈസ് ദ ലോർഡ്. ജീവജലത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2025 ഫെബ്രുവരി മാസം 5-ാം തീയതി ബുധനാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ നാം ഏവരും ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ ദിനം സന്തോഷത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും ദിനമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിനായി ഒരുങ്ങാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഫിലേമോന് എഴുതിയ ലേഖനം 7-ാം വാക്യം. ഫിലേമോൻ വേഴ്സ് 7 നാം ഇപ്രകാരം വായിക്കുന്നു: സഹോദര, വിശുദ്ധന്മാരുടെ ഹൃദയം നീ തണുപ്പിച്ചത് നിമിത്തം നിന്റെ സ്നേഹത്തിൽ എനിക്ക് വളരെ സന്തോഷവും ആശ്വാസവും ഉണ്ടായി. 25 വാക്യങ്ങൾ അടങ്ങിയ ഏക അധ്യായമാണല്ലോ ഫിലേമോൻ. തടവിലായിരിക്കുന്ന സമയത്ത് തൻ്റെ ഒരു ആവശ്യം കാണിച്ചുകൊണ്ട് ഫിലേമോൻ എഴുതുന്ന കത്താണ് ഫിലേമോൻ എഴുതിയ ലേഖനം എന്ന നാമധേയത്തിൽ ലേഖന ഭാഗത്ത് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇവിടെ ഫിലോമോനെ കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമാണ് ഇപ്പോൾ നാം വാഗ്ദത്ത വചനമായി വായിച്ച് കേട്ടത്. ഇവിടെ പ്രധാനമായിട്ടും 2 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, വിശുദ്ധന്മാരെ തണുപ്പിച്ചു. 2, വിശുദ്ധന്മാരെ തണുപ്പിക്കുവാൻ നീ ഉപയോഗിച്ച മാർഗം സ്നേഹത്തിൻ്റെതാണ്. ഇതറിഞ്ഞപ്പോൾ, ഇത് മനസ്സിലാക്കിയ ഞാൻ അധികമായി സന്തോഷിക്കുന്നു. നിന്നെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മാത്രമല്ല, 20-ാം വാക്യത്തിലോട്ട് നാം എത്തുമ്പോൾ പൗലോസ് ഫിലേമോനോട് അപേക്ഷിക്കുകയാണ്, നീ ഞാൻ ഈ പറയുന്ന എൻ്റെ അപേക്ഷ സ്വീകരിച്ച് ഒനേസിമോസിനെ കൈക്കൊണ്ട് എൻ്റെ ഹൃദയത്തെയും തണുപ്പിക്കുക. അതെ, നമ്മൾ ഈ ലേഖനം പഠിക്കുമ്പോൾ ദൈവദാസന്മാർക്ക്, ദൈവമക്കൾക്ക്, ശുശ്രൂഷയിലുള്ളവർക്ക് ധാരാളം പ്രശ്നങ്ങളുണ്ട്, ഭാരങ്ങളുണ്ട്, പ്രതീക്ഷിക്കുന്നതും പ്രതീക്ഷിക്കാത്തതുമായ അനേക പ്രതിസന്ധികളുണ്ട്. ഈ സമയത്ത് ദൈവമക്കളെ തണുപ്പിക്കുക, ശാന്തരാക്കുക, അവർക്ക് വേണ്ട കൈത്താങ്ങൽ കൊടുക്കുക എന്നത് ഒരു ദൈവ പൈതലിൻ്റെ ഉത്തരവാദിത്തമാണ്. അല്ലാതെ ലോകത്തോട് ചേർന്ന് ദൈവമക്കൾക്കെതിരെ പ്രവർത്തിക്കുകയല്ല ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി ചെയ്യേണ്ടത്. ഒരു ദൈവ പൈതലിനെ ശാന്തമായി സ്വീകരിച്ച് കൈക്കൊണ്ട് ദൈവകൃപയോടെ മുന്നോട്ട് പോകുക. അത് ഈ ഫിലേമോൻ ചെയ്തു. അത് പൗലോസിന്റെ കാര്യത്തിൽ നിന്നുള്ളതല്ല, മറ്റനേക വിശുദ്ധന്മാരെ ആ നിലയിൽ ഫിലേമോൻ കാണുകയുണ്ടായി. പ്രിയ ദൈവമക്കളെ, നമുക്ക് നമ്മുടെ ചുറ്റുപാട് വേദനിക്കുന്ന ദൈവമക്കളെന്ന് മാത്രമല്ല, സുവിശേഷകരെന്നോ പട്ടക്കാരെന്നോ പാസ്റ്റർമാരെന്നോ മാത്രമല്ല, നിരപരാധികൾ എത്രയോ പേർ വേദനിക്കപ്പെടുന്നു, സങ്കടപ്പെടുന്നു. ക്രിസ്തു ഒരിക്കലായി ക്രൂശിക്കപ്പെട്ടുവെങ്കിൽ എത്രയോ പ്രാവശ്യം നാം അറിയാത്ത, നാം ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ആളുകളെ ക്രൂശിലേറ്റുന്നു. ഇതിൻ്റെ എല്ലാം ശാപം, തിക്താനുഭവം നാമും നമ്മുടെ തലമുറയും അനുഭവിക്കേണ്ടതല്ലയോ? വിശുദ്ധ വചനം വായിക്കുമ്പോൾ നാം വളരെ വ്യക്തമായി മനസ്സിലാക്കുന്ന അനേക ആത്മസത്യങ്ങളുണ്ട്. അതുകൊണ്ട് ഫിലോമോനെ പോലെ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുവാൻ, കരുതുവാൻ, പ്രാർത്ഥിക്കുവാൻ, അവരുടെ വേദനയിൽ, അവരുടെ സങ്കടത്തിൽ അവരെ തണുപ്പിക്കുന്ന ഒരു ദൈവകൃപയുടെ സ്വഭാവം നമുക്കുണ്ടായിരിക്കണം. നമ്മൾ സാധാരണ നാട്ടുഭാഷയിൽ പറയാറുണ്ട്, എരുതിയിൽ എണ്ണ ഒഴിക്കുക. പലപ്പോഴും അത് തന്നെയാണ് നാം ചെയ്തു വരുന്നത്. നാം ഓർക്കണം, നാം പരിചയപ്പെടുന്നവരെല്ലാം
നമ്മുടെ സുഹൃത്തുക്കളല്ല. നമ്മുടെ സുഹൃത്തുക്കളെല്ലാം നമ്മുടെ നല്ല കൂട്ടുകാരുമല്ല. നമ്മുടെ കൂട്ടുകാരായി നാം എണ്ണുന്നവരാരും നമ്മുടെ അഭ്യുദയകാംക്ഷികളുമല്ല. അവസരങ്ങൾ കിട്ടുമ്പോൾ മാറിയും തിരിഞ്ഞും അവർ അവസരങ്ങൾ ഉപയോഗിക്കും. നാം ഓർക്കണം, നമ്മുടെ സുഹൃത്തുക്കളായും കൂട്ടുകാരായും പ്രിയപ്പെട്ടവരായും നാം എണ്ണുന്നവരിൽ 99% ആൾക്കാരും ഏത് സമയത്തും ശത്രുക്കളെക്കാൾ ഭീകരമായ നിലയിലോട്ട് മാറുന്നവരാണ്. അതുകൊണ്ട് നമ്മുടെ സ്റ്റാൻഡ് എന്താണ്? ആരെല്ലാം ഏതെല്ലാം വിധത്തിൽ മാറിപ്പോയാലും ഫിലോമോനെ പോലെ ഒരു ദൈവ പൈതലിനെ, ആവശ്യത്തിലിരിക്കുന്ന ആളെ തണുപ്പിക്കുക, കരുതുക, പ്രാർത്ഥിക്കുക, വേണ്ട മോറൽ സപ്പോർട്ട് നൽകുക. അതെ, അതാണ് നമ്മുടെ ശുശ്രൂഷ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ചുറ്റുപാടുമുള്ളവരാരും നമ്മുടെ സ്നേഹിതരാവണമെന്നില്ല. നമ്മുടെ നന്മയിൽ സന്തോഷിക്കുന്നവര് ഒരിക്കലും ആവുകയില്ല. അതുകൊണ്ട് ഞാനും നിങ്ങളും തിന്മയോട് തോൽക്കരുത്. നന്മ കൊണ്ട് തിന്മയെ ജയിക്കുന്നവരായി തീരണം. അതിനെന്ത് വേണം? ഫിലോമോന്റെ പോലെ സ്നേഹം വേണം. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. തികഞ്ഞ സ്നേഹം കൊണ്ട് മാത്രമേ മറ്റൊരാളെ ചേർത്ത് പിടിക്കുവാൻ കഴിയുകയുള്ളൂ. പൗലോസ് പറയുകയാണ്, നിന്റെ സ്നേഹം എത്രത്തോളം ഉന്നതമാണ്, അതാണ് വിശുദ്ധന്മാരെ തണുപ്പിക്കുവാൻ നിന്നെ സഹായിച്ചത്. അതെ പ്രിയമുള്ളവരെ, നമ്മളോട് കോപിക്കുന്നവരെയും നമ്മളോട് ഈർഷ്യപ്പെടുന്നവരെയും നമ്മളെക്കുറിച്ച് അപവാദം പറയുന്നവരെയും നമുക്ക് സ്നേഹിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് ചേർത്ത് പിടിക്കാം. ദൈവം സുബോധത്തിൻ്റെ ആത്മാവിനെ കൊടുക്കട്ടെ, പരിജ്ഞാനത്തിൻ്റെ ആത്മാവിനെ കൊടുക്കട്ടെ, ദൈവകൃപയുടെ ആത്മാവിനെ കൊടുക്കട്ടെ. പക്ഷേ ഏത് സമയത്തും ഞാൻ ആരായിരിക്കണം എന്നുള്ള ഉത്തമ ബോധ്യം എനിക്കുണ്ടെങ്കിൽ ചുറ്റുപാട് എന്ത് നടന്നാലും നമ്മെ അത് ബാധിക്കുവാൻ പാടില്ല. കാരണം നാം ഓരോരുത്തരും നിൽക്കുന്നതും ഇന്നുവരെ എത്തിയതും കർത്താവിൻ്റെ വരവ് വരെ അല്ല, നമ്മുടെ അവസാന ശ്വാസം വരെ നിൽക്കേണ്ടതും കർത്താവിന് വേണ്ടി മാത്രമാണ്. കർത്താവ് വിളിച്ചിട്ടുമാണ്. അതൊരു പക്ഷേ നിങ്ങൾ ഉന്നത ജോലി ചെയ്യുന്ന ഒരാളായിരിക്കാം, സുവിശേഷ വേല ചെയ്യുന്ന ഒരാളായിരിക്കാം, ഒരു കുടുംബസ്ഥനാകാം, ബിസിനസ്സുകാരനാകാം, എന്തുമായിക്കൊള്ളട്ടെ, ആരുമായിക്കൊള്ളട്ടെ, എല്ലാവരും കർത്താവിൻ്റെ നിർമ്മല വിളിയാൽ നിലകൊള്ളുന്നവരാ. അതുകൊണ്ട് നമ്മുടെ ചുറ്റുപാടും വേദനിക്കുന്നവർ, സങ്കടപ്പെടുന്നവർ, വിഷമിക്കുന്നവർ, അവരെ തണുപ്പിക്കേണ്ടത് എങ്ങനെ? സ്നേഹത്തോടെ, കരുതലോടെ, ദൈവകൃപയോടെ തണുപ്പിച്ച് നിർത്തേണ്ടത് ഒരു ദൈവ പൈതലിൻ്റെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മുടെ ചുറ്റുപാടുകൾ എപ്പോഴും സ്നേഹിക്കുന്നതല്ല, കരുതുന്നതല്ല, തണുപ്പിക്കുന്നതല്ല, അതിൻ്റെ എല്ലാം നേരെ വിപരീതമാണ്. അപ്പോൾ നമ്മുടെ ചുറ്റുപാടും വിപരീത ദിശയിൽ ഓടുന്നവരാണ് അനേകരെങ്കിലും നമുക്ക് അതിൽ നിന്നും വ്യത്യസ്തമായി ദൈവകൃപയോടെ നിൽക്കുവാൻ ഇടയാവട്ടെ. അതെ, അപ്പോസ്തലനായ പൗലോസ് ഫിലോമോനെ കുറിച്ച് പറഞ്ഞ അത്ഭുത സാക്ഷ്യം അത് തന്നെ പൗലോസ് ആവശ്യപ്പെടുകയാണ്. നീ എന്നെയും തണുപ്പിക്കുക. എങ്ങനെയാണ് തണുപ്പിക്കേണ്ടത്? എനിക്കും നിനക്കും പ്രയോജനമില്ലാതിരുന്ന ഒനേസിമോസ് ഇന്ന് ഏറ്റവും പ്രയോജനമുള്ളവനായി മാറിയിരിക്കുന്നു. നീ അവനെ എന്നെ സ്വീകരിക്കുന്നത് പോലെ സ്വീകരിച്ച് വേലയിൽ പങ്കാളിയാക്കുക. അങ്ങനെ എൻ്റെ ഹൃദയം നീ തണുപ്പിക്കണം. നീ അനേക വിശുദ്ധന്മാരെ തണുപ്പിച്ച സഹോദരനാ, ഒരു ദൈവപൈതല. അത് ഒന്നും പ്രതീക്ഷിച്ചല്ല, പ്രതിഫലം ഇച്ഛിച്ചുമല്ല, മറിച്ച് ദൈവ സ്നേഹത്തിൽ. പ്രിയ ദൈവമക്കളെ, ഞാനും നിങ്ങളും ദൈവനാമത്തിൽ, ദൈവത്തോടുള്ള ബന്ധത്തിൽ, ദൈവസ്നേഹത്തിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? നിശ്ചയമായും ഈ ഭൂമിയിലും വരുവാനുള്ള ലോകത്തിലും തമ്പുരാൻ അതിന് പ്രതിഫലം തന്നിരിക്കും. പ്രതിഫലം ലഭിക്കാൻ വേണ്ടി ചെയ്യണ്ട, അത് തമ്പുരാന്റെ നീതിയാ, വിശ്വസ്തതയാ. നമുക്കും നമ്മുടെ തലമുറയ്ക്കും ദൈവം തരും. വചനം പറയുന്നുണ്ട്, പ്രവാചകൻ എന്ന് കരുതി പ്രവാചകനെയും, ഒരു സുവിശേഷൻ എന്ന് കരുതി സുവിശേഷവനെയും കരുതിയാൽ, ഒരു പാത്രം ദാഹജലം കൊടുത്താൽ അതിൻ്റെയും പ്രതിഫലം
നിശ്ചയമായും തരുന്ന ഒരു ദൈവം ജീവിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇന്നത്തെ ദിനം നമുക്കൊരു പുതിയ പ്രതിജ്ഞയോടെ മുന്നേറാം. നമ്മുടെ ചുറ്റുപാടിൽ വേദനയിൽ, സങ്കടത്തിൽ, ഹൃദയം നൊന്ത്, മനസ്സ് തകർന്ന് പലവിധ മാനസിക സംഘർഷങ്ങൾ, അത് കുഞ്ഞുങ്ങളുടെ വിഷയങ്ങൾ, കുടുംബ വിഷയങ്ങൾ, ആരോഗ്യ വിഷയങ്ങൾ, ആത്മീക വിഷയങ്ങൾ, നിലനിൽപ്പിൻ്റെ ആവശ്യങ്ങൾ, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാൻ വിട്ടിട്ട് അവരുടെ ഫീ വേണ്ടവണ്ണം കൊടുക്കാൻ പറ്റാതെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്ഥാപനത്തിൽ വിഷമിക്കുന്നു. പേരൻസ് അധ്യാപകരുടെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥ വരുന്നു. വേണ്ട ട്രീറ്റ്മെൻറ്റ് എടുക്കുവാൻ പറ്റാതെ ആശുപത്രിയിൽ പോകുവാൻ ആഗ്രഹമുണ്ടെങ്കിലും സാമ്പത്തികം തികയാതെ ഭാരപ്പെടുന്നവരുണ്ട്. വിവാഹപ്രായമെത്തിയ കുഞ്ഞുങ്ങൾ ഭവനത്തിൻ്റെ പണി തുടങ്ങിയിട്ട് എങ്ങും എത്താതെ നടുക്കടലിൽ എന്ന വണ്ണം കിടക്കുന്നവർ, നിയമക്കുരുക്കിൽ മുങ്ങിക്കിടക്കുന്നവർ, ജോലി ചെയ്തിട്ടും ശമ്പളം ലഭിക്കാത്തവർ, വീസയുടെ പ്രശ്നത്താൽ വ്യാകുലപ്പെടുന്നവർ, ഇങ്ങനെ അനവധി വിഷയത്തിൽ നമുക്ക് ചുറ്റുപാടും ആളുകളുണ്ട്. നമുക്കെല്ലാവരെയും സഹായിക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷേ നമുക്ക് ലഭിക്കുന്ന വരുമാനം കൊണ്ട് അത് നടക്കുകയില്ല. അതൊരു പ്രപഞ്ച സത്യമാണ്. പക്ഷേ നമുക്കവരെ പല വിധങ്ങളിൽ തണുപ്പിക്കുവാൻ പറ്റും, കരുതുവാൻ പറ്റും, സ്നേഹിക്കുവാൻ പറ്റും, അവരുടെ വേദനയിൽ പങ്കുചേരാൻ പറ്റും. അല്ലാതെ അവരെ വേദനിപ്പിക്കാനോ അവരെ തകർക്കാൻ നോക്കുവാനോ അല്ല. അവരോട് ചേർന്നവരെ തണുപ്പിക്കുമ്പോൾ ദൈവനാമം മഹത്വപ്പെടും. അതാണ് പൗലോസ് നമുക്ക് നൽകുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു സദ്വാർത്ത ഈ ലേഖനത്തിൽ ലഭ്യമാകുന്നത്. അതെ, ഇങ്ങനെ ഒരു പൗലോസിൻ്റെ പ്രശംസനീയമായ ലേഖനമോ കത്തോ കിട്ടുമെന്നോ കരുതിയല്ല ഫിലേമോൻ ഇതൊന്നും ചെയ്തത്. പക്ഷേ ദൈവം പൗലോസിൽ കൂടെ തൻ്റെ ദാസനെ മാനിച്ചുവെങ്കിൽ എന്നെ നിങ്ങളെ മാനിക്കുവാൻ ദൈവം മതിയായവനാ. ആകയാൽ ഈ പ്രഭാതത്തിൽ വിവിധ വിഷയത്താൽ വ്യാകുലപ്പെട്ട് മനം നൊന്ത് ഭാരത്തോടെ ആരെങ്കിലും കേൾക്കുന്നുവോ? പ്രിയ ദൈവമക്കളെ, നമ്മുടെ ഭാരവും നമ്മുടെ പ്രയാസവും നമ്മളിൽ ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ ചുറ്റുപാടും വേദനയുള്ളവരെ നമുക്കൊന്ന് ഓർക്കാം. പറ്റുമെങ്കിൽ ഒരു ഫോൺ കോൾ. നമ്മൾ എന്തിനെല്ലാം ഫോൺ കോൾ നന്നായിട്ട് വിനിയോഗിക്കുന്നു, അതിലേറെ ദുർവിനിയോഗം ചെയ്യുന്നു. അനേകരെ ഏതെല്ലാം വിധങ്ങളിൽ വേദനിപ്പിക്കുവാനും തേജോവധം ചെയ്യുവാനും നാം ഫോൺ ഉപയോഗിക്കുന്നു. ഒരു ഫോൺ കോൾ ഒരാളെ തണുപ്പിക്കുവാൻ നമുക്ക് കഴിയുന്നുവെങ്കിൽ നിശ്ചയമായും 2025 ഫെബ്രുവരി 5 ചെയ്യുന്ന ഏറ്റവും നല്ല കാര്യമായിരിക്കുമെന്ന് ഇന്നത്തെ വാഗ്ദത്ത വചനത്തിൽ കൂടി നാം പഠിച്ചത് എക്സ്പെരിമെൻ്റ് ചെയ്യുകയാണ്, പ്രാവർത്തിക പദത്തിൽ എത്തിക്കുകയാണ്. അങ്ങനെ വചനപ്രകാരമുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരായി, കർത്താവിന് വേണ്ടി നിലകൊള്ളുന്നവരായി, മറ്റുള്ളവരെ തണുപ്പിക്കുകയും അതിൽ കൂടെ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുവാൻ. നമ്മൾ അറിയുന്നില്ല പ്രിയമുള്ളവരെ, നമ്മൾ ഒരാളോട് ഒരു വാക്ക് പറയാ, അങ്കിളെ സാരമില്ല, അച്ചായ വിഷമിക്കണ്ട, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവമെല്ലാം അറിയുന്നു, ദൈവം നിങ്ങളെ മാനിക്കും, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും, നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കും, വിഷമിക്കണ്ട. ഈ ഒരു വാക്ക് നിങ്ങൾ 1 കോടി രൂപ കൊടുത്താലും ആ ആളിന് ആ 1 കോടി രൂപയെക്കാട്ടിലും ഏറ്റവും മൂല്യമുള്ളത് ഈ വാക്കുകളാണ്. നമുക്കറിയാം, പണം ചില സമയത്ത് വെറും പിണമാണ്, വെറും പേപ്പർ കഷ്ണങ്ങളാകുന്ന അനേക സന്ദർഭങ്ങൾ കഴിഞ്ഞകാല സുവിശേഷ വേലയുടെ യാത്രയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ ഒരു വാക്ക്, ഒരു വാക്യം, ഒരു പ്രാർത്ഥന, അതെ, സ്നേഹത്തിൽ നിന്നുള്ളത്, ആത്മാർത്ഥയിൽ നിന്നുള്ളത്, ഒരു തണുപ്പിക്കലിൻ്റെ ഒരു സ്വാന്തനം ദൈവനാമ മഹത്വത്തിനായി തീരും. അവരുടെ ജീവിതത്തിൽ പുതുക്കത്തിന് കാരണമാകും. അവർക്കൊരു വലിയ മടങ്ങി വരവിന്, ഒരു വലിയ ആത്മീക ഊർജത്തിന് നിദാനമായി തീരും. അങ്ങനെ ദൈവം നമുക്ക് നൽകിയ ഈ ആയുസ് വചനപ്രകാരവും നമ്മുടെ ധാർമ്മിക നിലവാരമനുസരിച്ചും ദൈവനാമ മഹത്വത്തിനായി പ്രയോജനപ്പെടുത്തുവാൻ ഇടയാക്കട്ടെ. അങ്ങനെ ധന്യമായ ഒരു ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഉടമകളായി ദൈവകൃപയോടെ മുന്നേറുവാൻ സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും ഇടയാക്കട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹമേറിയ പുത്തൻ പ്രഭാതത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഫിലോമോനെ കുറിച്ച് ഭക്തനായ വാർദ്ധക്യത്തിലെത്തിയ
പൗലോസ് അപ്പോസ്തലന് ധന്യമായ സാക്ഷ്യം മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ. ഫിലേമോൻ കൂട്ടത്തിലുണ്ടായിരുന്ന ദൈവമക്കളുടെ വിശുദ്ധന്മാരുടെ ഹൃദയത്തെ തണുപ്പിച്ചവൻ. പ്രതിഫലം ഇച്ഛിച്ചിട്ടല്ല, ആത്മാർത്ഥ സ്നേഹത്തോടെ അവരെ കൈക്കൊണ്ട്, അവരെ കരുതി, അവരെ സ്വാന്തനിപ്പിച്ച്, അവരുടെ വേദനയിൽ അവരോട് ചേർന്ന് നിന്ന് അവർക്ക് വേണ്ടത് ചെയ്ത് കരുതിയപ്പോൾ കർത്താവ് ഫിലേമോനെ മാനിച്ചത് ഇന്ന് ഞങ്ങൾ കേട്ടുവല്ലോ. അങ്ങനെയെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ വേദനയിലും സങ്കടത്തിലും വിഷമത്തിലും ഭാരത്തിലുമുള്ളവരെ കരുതുവാൻ, സ്നേഹിക്കുവാൻ, അവരുടെ ഉള്ളിൻ്റെ നീറ്റല്, സങ്കടം, വേദന അറിഞ്ഞ് അവരെ വചനപ്രകാരം തണുപ്പിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് ഒരുക്കണമേ. അപ്പം ഞങ്ങളൊക്കെ പല സന്ദർഭങ്ങളിലായി അനേക വേദനയിലും വിഷമത്തിലും നിരാശയിലും ഒക്കെ കടന്നുപോയവരാ. ആ സമയങ്ങളിൽ ദൈവം ഓരോരുത്തരെയും ഒരുക്കി. അതൊന്നും ഞങ്ങൾ ഒരിക്കലും മറന്നു പോകുവാൻ ഇടയാകരുത്. ഞങ്ങളുടെ ചുറ്റുപാടുള്ളൊരു വേദനയിലായിരിക്കുമ്പോൾ അതറിഞ്ഞ്, അത് ഓർത്ത്, ഞങ്ങളുടെ പഴയകാല ജീവിതത്തിൽ നിന്ന് ഇന്ന് ഞങ്ങൾ എന്തായിരിക്കുന്നുവെന്ന് തിരിച്ചറിഞ്ഞ് വചനപ്രകാരം മറ്റുള്ളവരെ കരുതുവാൻ, സ്നേഹിക്കുവാൻ, തണുപ്പിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് ഒരുക്കണം. നീ ദൈവവചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കണം. ദൈവകൃപയുടെ ദിനങ്ങളാക്കി മാറ്റി വചനപ്രകാരം അത് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ ഒരുക്കണമെന്ന് യേശുക്രിസ്തു മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, ഇന്ന് നാം വചനത്തിൽ നിന്ന് കേട്ടതുപോലെ നമുക്ക് തരുന്ന അവസരങ്ങൾ, നമുക്ക് ലഭ്യമാകുന്ന സാഹചര്യങ്ങൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി, ദൈവരാജ്യ കെട്ടുപണിക്ക് വേണ്ടി ഉപയോഗിക്കുക. അത് ഒരു വാക്കായിരിക്കാം, ഒരു രൂപയായിരിക്കാം, ഒരു കോളായിരിക്കാം, ഒരു ഡ്രൈവിനപ്പുറത്ത് ഒരു മീറ്റായിരിക്കാം. അതുമല്ല, നിങ്ങൾ നിങ്ങളുടെ മുറിയിൽ ആത്മാർത്ഥതയോടെ ഹൃദയത്തിൽ നിന്നും മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കാം. ഇതിനെല്ലാം ദൈവമാ കണക്കിടുന്നത്. ദൈവം നിശ്ചയമായും മാനിക്കും. അങ്ങനെ ആത്മാർത്ഥ സ്നേഹത്തോടെ, ദൈവകൃപയോടെ മറ്റുള്ളവരെ കരുതുവാൻ തമ്പുരാൻ നമ്മെ ഇടയാക്കട്ടെ. ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മുടെ ജീവിതത്തിൽ ആപ്ലിക്കബിൾ ആക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ ഒരുക്കട്ടെ. അതെ, ഈ ദിവസം ജീവജലം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഏവർക്കും അനുഗ്രഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നന്മയുടെയും ദിനമായി ആയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവകൃപയോടെ ജീവിപ്പാനും, വേദനയിലും നിരാശയിലും സങ്കടത്തിലും ആയിരിക്കുന്നവരെ ഈ ഫിലേമോൻ ചെയ്തതുപോലെ തണുപ്പിക്കുവാൻ, ആശ്വസിപ്പിക്കുവാൻ, ദൈവകൃപയോടെ കരുതുവാൻ ഏവരെയും ഇടയാക്കട്ടെ. അതിനായി നമ്മെ തന്നെ ദൈവവരങ്ങൾ താഴ്ത്തി ഏൽപ്പിക്കാം. പരിശുദ്ധാത്മാവ് നമ്മെ അതിനായിട്ട് ഒരുക്കുകയും ചെയ്യട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. God bless you all.